ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേവൂസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ 2 വീക്സ് ഇവിടുത്തെ 2 വീക്സ് ഞങ്ങളിവിടെയാണ് ഉള്ളത്. അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വ്ളോഗായിട്ട് ഇടാം. കല്ലുട്ടി വന്നതിന് ശേഷം നമ്മൾ കല്ലുട്ടീനെയൊക്കെ കൂട്ടിയിട്ട് വ്ളോഗ് എടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികൾ, ഇഷ്ടംപോലെ ചെടികളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, എന്ത് മഴ ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പം അടുത്തായിട്ട് എടുക്കാറുള്ള വീഡിയോസിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെടിയായിട്ടുണ്ട്, ഇപ്പം അടുത്തിട്ടതിലൊക്കെ. അപ്പോൾ അങ്ങനെ ആ ചെടികളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ ചെടി വളർത്തുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അമ്മമ്മ. അപ്പോൾ അമ്മമ്മയും പിന്നെ എന്താ അപ്പച്ചനുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ അച്ഛനായിട്ടാണ് ഞങ്ങൾ അപ്പച്ചൻ നട്ട വിളിക്കുക. ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ അപ്പച്ചന്ന് വിളിച്ച് പോയി. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമ്മ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര സൂപ്പർ ചെടികളാണ്. ഞാൻ നിങ്ങൾക്ക് നമ്മളെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഭാഗം കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള ചെടികളാണ് നോക്കി. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചെടിയുണ്ട്. പിന്നെ കണ്ടില്ലേ ഇവിടെ നല്ല ഓറഞ്ച്, നല്ല ഭംഗിയുള്ള ഓറഞ്ച് പൂവൊക്കെ ഉണ്ട്. അവിടെ തുമ്പിയൊക്കെ വന്നിരിക്കുന്നുണ്ട്. കണ്ടില്ലേ ഇതാ തുമ്പി ഇരിക്കുന്നു. അവിടെ ഒരു തുമ്പിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ പൂ കാണിച്ചു തരാം. കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂവല്ലേ. അതേപോലെ തന്നെ ഇവിടെ വിമാനം കാണാൻ പറ്റാറുണ്ട് കേട്ടോ. കണ്ടില്ലേ ഗൈസ്, മുകളിൽ വിമാനമൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാൻ കണ്ടില്ലേ ഈ ഒരു ഓറഞ്ച് പൂ കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു പുലി പോലത്തെ ചെടി ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ അതാ മരം പോലത്തെ ഒരു കുഞ്ഞു മരമൊക്കെ പോലത്തെ ഒരു ചെടി, ഇഷ്ടംപോലെ ചെടികളുണ്ട്. പലതരം ചെടികളാട്ടോ അവിടെ ഉള്ളത്. ഈ ചെണ്ടുമല്ലിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് പൂക്കളെ കാണാൻ അടിപൊളിയായിരിക്കും. ഇത് കണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇങ്ങനത്തെ ഭംഗിയുള്ള ഇഷ്ടംപോലെ ഇലകൾ പോലത്തെ ചെടികളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഗൈസ്, അപ്പച്ചൻ ഇപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് പോയിട്ടുണ്ട്. അപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതും കാണിച്ചു തരാം. അപ്പോൾ അതേ കണ്ടില്ലേ നമ്മൾ അടിപൊളിയായി നമ്മളുടെ ഭംഗിയിലെ ചെടികളാന്ന് കണ്ടില്ലേ. ഈ അർച്ചനേൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇഷ്ടം പോലെ അടിപൊളിയായ എന്താ പറയുക ഈ ചിത്രം ഒട്ടിച്ച് വെച്ച പോലത്തെ കുറേ എസ്തറ്റിക് ആയിട്ടുള്ളത് ഭയങ്കര ഭംഗിയിൽ കുറേ പൂക്കൾ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ എന്ത് ഭംഗി അതൊക്കെ കാണാനല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടേക്ക് വരുന്നത്. കാരണം ഇങ്ങനത്തെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്തും റീൽസ് എടുക്കുന്ന സമയത്തൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ എന്താ റോസിൻ്റെ ചെടിയൊക്കെ ഉണ്ട്. കണ്ടില്ല, അത് ഞാൻ ഇപ്പോൾ കാണിച്ചത് റോസൊക്കെയാണ്. ഇവിടെ ആണെങ്കിൽ ഒരു വലിയൊരു മരം പോലെ ഒരു മരമൊക്കെ ഉണ്ട് കേട്ടോ. ആ മരത്തിൽ ഇതേപോലത്തെ ഈ കുരു പോലത്തെ കണ്ടില്ലേ ഇങ്ങനത്തെ കുരു പോലത്തെ സാധനങ്ങളുണ്ട്. പിന്നെ അവിടെ ഒരു ബ്ലൂബെറി, ഒരു ലൈറ്റ് പേർപ്പിളും ഒക്കെ ആയിട്ടുള്ള കണ്ടില്ലേ ഇങ്ങനത്തെ പൂക്കളുണ്ട്. അമ്മമ്മേ ഇതിനെന്താ പറയാ? പക്ഷെ ഇത് അടിപൊളിയാട്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു തന്നെയാണ്. പക്ഷെ ഞാനും കല്ലുട്ടിയൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കളിക്കാറുള്ള പൂവാട്ടോ ഇത് നല്ല രസമായതുകൊണ്ടേ ഞാനും കല്ലുട്ടി എപ്പോഴും ഇതൊക്കെ എടുത്ത് കളിക്കാറ്. പിന്നിൽ കുഞ്ഞുണ്ണി എന്താ എൻ്റെ അവിടെ ഇങ്ങനെ കുറേ ബാറ്റൊക്കെ എടുത്ത് ഇത്രയും ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കായിരുന്നു. കുഞ്ഞിന് ഹായ് പറ. അപ്പോൾ എന്താ ഞങ്ങൾ ഇപ്പോൾ കുഞ്ഞിന് ഇത്ര നേരം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും. അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള തെച്ചിയൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഗേൾസ്. ആ സൈഡിൽ അവിടെ എന്താ പറയുക ഈ റോസ് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു റോസ് അവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. വെള്ള റോസാണ് കേട്ടോ ഞാൻ കാണിച്ചത്. ഇത് കണ്ടോ ഈ വെള്ള, അത് റോസാണ്. ഇവിടെ ഇഷ്ടംപോലെ ഇവിടെ ഒരു കുഞ്ഞ് പിങ്ക് കളർ റോസ് ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്താ പറയുക തെച്ചീൻ്റെ ഒരു തോട്ടം പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ഇതിനൊക്കെ എന്തൊക്കെ പറയാമെന്നൊന്നും എനിക്ക് പേരറിയത്തില്ല. അത് സ്നേക്ക് പ്ലാന്റ്സ് ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നമ്മളെ ഗേറ്റൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ നല്ല ചുവന്ന തെച്ചിയുണ്ട്. പക്ഷേ ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ. ഇതെന്താ, ഇത് നമ്മളെ കൊന്നമരം കേട്ടോ. കൊന്നേൻ്റെ മരമാണ്, കണിക്കൊന്നയാണ്. പിന്നെ ഇവിടെ നമ്മളെ കണിക്കൊന്നേൻ്റെ വേര് കൊണ്ട് എന്താ പറയുക ഇവിടെ ഒരു കല്ല് ഞങ്ങൾ താഴെ ഇവിടെ ഈ കല്ലിട്ടതിൽ ഒരെണ്ണം പൊന്തി നിൽക്കുന്നുണ്ട്. ഈ പൊന്തി നിൽക്കുന്ന കല്ലുണ്ടോ കണ്ടോ,
നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു കല്ല് പൊന്തി നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ കണിക്കൊന്നേൻ്റെ വേരുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു കണിക്കൊന്നേൻ്റെ മരമുണ്ട്, ചെറുതായിട്ട് കണിക്കൊന്നയൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷെ അതൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എപ്പോഴും കൊഴിഞ്ഞ് നടക്കാറുണ്ട്, കണ്ടില്ലേ? താഴേക്ക് കണിക്കൊന്ന കൊഴിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ കുറേ ഇല പോലത്തെ കുറേ ചിത്രങ്ങൾ പോലെ എന്നൊക്കെ പറയണത്. ഇതായിരുന്നു നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ഞാൻ നമ്മളെ ഇൻട്രോയിൽ എടുത്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. ഈ പൂക്കളൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ പൂക്കളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ പൂക്കളെ താലോലിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് താലോലിക്കല്ല, ഇവനെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്നെക്കൊണ്ട് അതിന് പറ്റില്ല, അതാണ് പ്രശ്നം. കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. എന്ത് ഭംഗിയാണ് നോക്കിയേ. അതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ ഇതൊക്കെ നോക്കി കണ്ടോ. കാക്കപ്പൂവൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഓണത്തിന് ഉപയോഗിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓണം സൂപ്പറാണ്. പിന്നെ ഇവിടെ ഒരു മാവുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഉണ്ട്. തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ കണ്ടോ. മാങ്ങ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ട്, നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ കാർ ഷെഡ് കേട്ടോ ഞങ്ങളുടെ. പിന്നെ ഇവിടെ ബാക്കി പൂക്കൾ ഇതായിരുന്നു നമ്മൾ തുടങ്ങിയത്. പിന്നെ ഈ അപ്പുറത്തായിട്ട് ഒരു വാഴത്തോട്ടം ഉണ്ട് കേട്ടോ. നമുക്കിവിടെയൊക്കെ ഒരു തോട്ടം പറമ്പാണ് ഞങ്ങളുടെ. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ചെറുതാവുന്ന സമയത്ത് ആ കുളത്തിലൊക്കെ പോയി കുളിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പൂക്കളൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത്. എനിക്കിവിടെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ മെയിനായിട്ട് കല്ലുട്ടിയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ കളിക്കാറൊക്കെ ഉണ്ട് കണ്ടോ. ഒരാൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നുണ്ട് ചെറുതായിട്ട്. അമ്മമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ദേവാനന്ദ പി. It's me, Devajit P.